നമസ്കാരം. ഐ+ന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കലിലെ FME എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ നടക്കുന്നത്. FME എന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ തെർമോഡൈനാമിക്സും PD അല്ലെങ്കിൽ MOS മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമുക്ക് FME ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ സൈഡിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓൺ എ കർവ്ഡ് സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഈസ് ഈക്വൽ ടു. അതായത് ഒരു കർവ് സർഫസ് നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആകും എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദ വെയിറ്റ് ഓഫ് ദ കോളം ഓഫ് ദ ലിക്വിഡ് അബൌവ് ദ സർഫസ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ദ പ്രഷർ അറ്റ് ദ സെൻട്രോയിഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഏരിയ. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ദ ഫോഴ്സ് ഓൺ ദ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓൺ ദ സർഫസ്. ഡി പറയുന്നത് ദ പ്രഷർ മൾട്ടിപ്ലൈഡ് ബൈ ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദ ഏരിയ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ദ ഫോഴ്സ് ഓൺ ദ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓൺ ദ സർഫസ്. അതായത് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഒരു കർവ്ഡ് സർഫസ് നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് അത് ഈക്വൽ ആയിരിക്കുന്നത് ദ ഫോഴ്സ് ആണ് വെർട്ടിക്കൽ പ്രൊജക്ഷൻ. ആ സർഫസിലെ വെർട്ടിക്കൽ പ്രൊജക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ആ ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും അവിടുത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ്. അതിന് ഇക്വേഷൻ ഒക്കെ ഉണ്ട്. FH, ആ ഹൊറിസോണ്ടൽ ഫോഴ്സിന് പറയുന്ന പേരാണ് FH is equal to rho g h dash AB. ഇതിൽ AB എന്ന് പറയുമ്പോൾ ആ പ്രൊജക്റ്റഡ് ഏരിയ ആയിരിക്കും, അതിനാണ് AB എന്ന് പറയുന്നത്. H ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെപ്ത് ഓഫ് ദ സെൻട്രോയിഡ്, ആ ഒരു പ്രൊജക്റ്റഡ് ഏരിയയുടെ ഡെപ്ത്, സെൻട്രൽ ഏരിയയിൽ വരെയുള്ള ആ ഒരു പ്രൊജക്ട് സെൻട്രോയിഡ് വരെയുള്ള ഡെപ്ത്, ആ പ്രൊജക്ട് ഡെപ്ത് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ദ വെർട്ടിക്കൽ പ്രൊജക്റ്റഡ് ഏരിയ. ഓക്കെ, ഇപ്പൊ എത്രത്തോളം ആ ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷന്റെ സെൻട്രോയിഡിന്റെ ഡെപ്ത് ഉണ്ട്, അതിനെയാണ് H ഡാഷ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫോർമുല യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദ ഫോഴ്സ് ഓൺ ദ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓൺ ദ സർഫസ് ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ്സ് ടു ദ ബോഡീസ് ദാറ്റ് ഫ്ലോട്ട് ഓർ ആർ ഇൻ സബ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, അപ്പൊ ഫ്ലോട്ടിംഗ് ബോഡിയുടെയും സബ്മേഴ്സ്ഡ് ബോഡിയുടെ കേസിൽ ഇതിൽ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഫ്ലോട്ടിംഗ് ബോഡിയുടെയും സബ്മേഴ്സ്ഡ് ബോഡിയുടെ കേസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ, ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും തെറ്റായിരിക്കും. അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ഫോർ എ ബോഡി ഫ്ലോട്ടിംഗ് ഇൻ എ ലിക്വിഡ് ദ സ്റ്റെബിലിറ്റി ഇസ് എൻഷുർഡ് ഇഫ് ദ സെന്റർ ഓഫ് ബോയൻസി ഇസ് ബിലോ ദ സെന്റർ ഓഫ് ദ ഗ്രാവിറ്റി. ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നത്, അതായത് ഒരു ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റേബിൾ ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ബോയൻസി അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ താഴെ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അല്ല, തെറ്റാണ്. ഫോർ എ ബോഡി wholly submerged in a liquid, the stability is ensured if the center of buoyancy is above the center of gravity of the body. ഇത് കറക്റ്റ് ആണ്. അതായത് ഫുൾ ആയിട്ട് സബ്മേർജ്ഡ്, ഒരു കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് മുങ്ങിക്കിടക്കുന്ന ഒരു ബോഡി, അതായത് വെള്ളത്തിനടിയിൽ കംപ്ലീറ്റ്ലി മുങ്ങിക്കിടക്കുന്ന ഒരു ബോഡിയുടെ കേസിൽ അതിന്റെ സെന്റർ ഓഫ് ബോയൻസി സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ മേളിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് റൈറ്റ് ആൻസർ ഇതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എന്നാൽ പോലെ നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഫോർ എ ബോഡി ഫ്ലോട്ടിംഗ് ഇൻ ലിക്വിഡ് ദ സ്റ്റെബിലിറ്റി ഇസ് എൻഷുർഡ് ഇഫ് ദ സെന്റർ ഓഫ് ബോയൻസി ഇസ് അബോവ് ദ മെറ്റാ സെന്റർ. അടുത്തായി പറഞ്ഞേക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ റിഗാർഡ്ലെസ് ഓഫ് ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് സെന്റർ ഓഫ് ബോയൻസി ആൻഡ് ഗ്രാവിറ്റി. ഇപ്പൊ ഇത് പറയുന്നത് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നത് സെന്റർ ഓഫ് ബോയൻസി മെറ്റാ സെന്ററിന് മേളിലായിരിക്കണം. റിലേറ്റീവ് പൊസിഷൻ ബയോൺസിയുടെ പൊസിഷനും ഗ്രാവിറ്റിയുടെ പൊസിഷനും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. തെറ്റാണ്. ഓപ്ഷൻ സിയും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത് ഫോർ എ ബോഡി ഫ്ലോട്ടിംഗ് ഇൻ ലിക്വിഡ് ദ സ്റ്റെബിലിറ്റി ഇസ് എൻഷുർഡ് ഇഫ് ദ സെന്റർ ഓഫ് ബോയൻസി ഇസ് ബിലോ ദ സെന്റർ ആൻഡ് ദ മെറ്റാ സെന്റർ ഇസ് ബിലോ ബോത്ത് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ബയോൺസി. അപ്പം ഈ ഒരു ഓപ്ഷനിൽ പറയുന്നത് ഒരു ബോഡി ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ബോയൻസി സെന്റർ ഓഫ് ഗ്രാവിറ്റി താഴെ ആയിരിക്കണം. അതുകൂടാതെ മെറ്റാ സെന്ററും ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ബോയൻസിയുടെ താഴെ ആയിരിക്കണം. ഇതെല്ലാം തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ഓരോന്ന് നോക്കാം ആ കണ്ടീഷൻസ്. നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് പോവാം. അപ്പൊ നോക്കിയാൽ ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ സ്റ്റെബിലിറ്റി എപ്പോഴാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം. ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ ബേസിസിലായിരിക്കും നമ്മൾ സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ കണ്ടീഷൻ പറയുന്നത് മെറ്റാ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് മേളിലായിരിക്കണം. എന്നാ മാത്രമേ ഒരു ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പൊ ഒരു സെന്റർ ഓഫ് ബോയൻസി മാത്രം നോക്കിയാൽ പോരാ. ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ മെറ്റാ സെന്റർ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ, മെറ്റാസെൻട്രിക് ഹൈറ്റ് ഒരു ഫാക്ടർ ആയിട്ട് വരും. ആ ഒരു മെറ്റാസെൻട്രിക് ഹൈറ്റിനെ കൂടി ആര് ഡിപ്പെൻഡ് ചെയ്യും? ഫ്ലോട്ടിംഗ് ബോഡി. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്തണം. ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ മെറ്റാ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് മേളിലാണെങ്കിൽ മാത്രമേ ആ ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാകത്തുള്ളൂ, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആയിട്ട് ഇരിക്കത്തുള്ളൂ, സ്റ്റേബിൾ ആകത്തുള്ളൂ. ഓക്കെ, അടുത്ത സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ മെറ്റാ സെന്ററും സെന്റർ ഓഫ് ബോയൻസിയും കോയിൻസൈഡ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും
സെന്റർ ഓഫ് ബോയൻസിയും സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മേളിലായിരിക്കണം സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ. അതായത് സെന്റർ ഓഫ് ബോയൻസി ബി എന്ന് പറഞ്ഞ പോയിന്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് മേളിലായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു സബ്മേർജ്ഡ് ബോഡി സ്റ്റേബിൾ ആയിരിക്കത്തുള്ളൂ. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് മെറ്റാ സെന്ററും സെന്റർ ഓഫ് ബോയൻസി ഇവിടെ കോയിൻസൈഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എന്ത് മനസ്സിലാക്കാം? നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫോർ എ ബോഡി wholly submerged in a liquid, the stability is ensured if the center of buoyancy is above the center of gravity. ഇപ്പൊ നോക്കിയാൽ സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ സെന്റർ ഓഫ് ബോയൻസി above the center of gravity, അതല്ലേ ഇവിടെ പറയുന്നത്. കറക്റ്റ് പോയിന്റ് അപ്പൊ ബി ആണ് റൈറ്റ് ആൻസർ. നിങ്ങൾ എക്സാമിന് ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. കാരണം എക്സാമിൽ ബി ഓപ്ഷൻ ഇത് കറക്റ്റ് ആണ്, ബാക്കി തെറ്റാന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കാം. ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പോവാം. The Euler's equation of motion is a statement of dash. അല്ലെങ്കിൽ എനർജി ബാലൻസ് ആണോ, കൺസർവേഷൻ ഓഫ് മൊമെന്റം ഓഫ് ആൻ ഇൻവിസിഡ് ഫ്ലൂയിഡ് ആണോ, കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണോ, കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ ആൻ ഇൻവിസിഡ് ഫ്ലൂയിഡ്. ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തിന് അടിസ്ഥാനമായൊക്കെയാണ് പറയുന്നത്? കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ ആൻ ഇൻവിസിഡ് ഫ്ലൂയിഡ് ആണ്. നമ്മൾ ഓൾറെഡി ഓയിലേഴ്സ് ഇക്വേഷൻ പഠിക്കുമ്പോൾ തന്നെ കുറെ അസംഷൻസ് പഠിക്കുന്നുണ്ട്. ഓയിലേഴ്സ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് തന്നെ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ബേസിസിലായിരിക്കും. ഓക്കെ, അതിൽ കുറച്ച് അസംഷൻസ് തന്നെ പറയുന്നുണ്ട്. ഫ്ലൂയിഡ് ഇസ് ഇൻവിസിഡ്. ഇൻവിസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ്സ്, നോ വിസ്കോസിറ്റി. ഫ്ലൂയിഡ് ഹാവിംഗ് നോ വിസ്കോസിറ്റി ആണ് ഇൻവിസിഡ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ തന്നെ ആൻസർ കിട്ടിയാൽ മതി. കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ ഇൻവിസിഡ് ഫ്ലൂയിഡ് ആണ് എന്ത് പറയുന്നത്. ഇതിൽ വേറെ ഇൻവിസിഡിന്റെ കേസേ വരുന്നില്ല. ബാക്കി റിയൽ ഇൻകംപ്രസിബിൾ എനർജി ബാലൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ അല്ല. അപ്പൊ അതിന്റെ അസംഷനിൽ രണ്ടാമത്തെ അസംഷൻ പറയുന്നത് ഫ്ലോ ഈസ് നോൺ കണ്ടക്ടീവ്. അവിടെ ഷിയർ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. പിന്നെ ഓൺലി പ്രഷർ ആൻഡ് ബോഡി ഫോഴ്സസ്. ഇവിടെ നമ്മൾ പ്രഷർ ഫോഴ്സും ബോഡി ഫോഴ്സസും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും. ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ ആൻ ഇൻവിസിഡ് ഫ്ലൂയിഡ്. അതായത് ഇൻവിസിഡ് ഫസ്റ്റ് നമ്മൾ അസംഷനിൽ പറയുന്നുണ്ട്. അപ്പൊ അതായിരിക്കും റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതൊരു പ്രോബ്ലം ആണ് ചോദിച്ചേക്കുന്നത്. ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ദ റെയ്നോൾഡ്സ് നമ്പർ ഫോർ ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ഇൻ എ സർക്കുലർ ട്യൂബ് ഈസ് സ്പെസിഫൈഡ് അറ്റ് 2500. റെയ്നോൾഡ്സ് നമ്പർ തന്നിട്ടുണ്ട്. ഒരു സർക്കുലർ ട്യൂബിന്റെ കേസിൽ അവിടെ ഫ്ലോ നടക്കുന്നുണ്ട്. അതിന്റെ റെയ്നോൾഡ്സ് നമ്പർ 2500 ആണ് തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ റെയ്നോൾഡ്സ് നമ്പർ വെൻ ദ ട്യൂബ് ഡയമീറ്റർ ഈസ് ഇൻക്രീസ് ബൈ 20% ആൻഡ് ഫ്ലൂയിഡ് വെലോസിറ്റി ഈസ് ഡിക്രീസ് ബൈ 40%, കീപ്പിംഗ് ദ ഫ്ലൂയിഡ് സെയിം. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ, പുതിയ റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഒരു സർക്കുലർ ട്യൂബിൽ കൂടെ പോകുന്നതിന്റെ റെയ്നോൾഡ്സ് നമ്പർ തന്നിട്ടുണ്ട് 2500 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളോട് പറയുന്നത് ഇപ്പം നമ്മുടെ അതിന്റെ ട്യൂബിന്റെ ഡയമീറ്റർ ഒരു 20% കൂട്ടുകയും ചെയ്ത് വെലോസിറ്റി അതിന്റെ അകത്തോട് ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി നമ്മൾ 40% കുറയ്ക്കുകയും ചെയ്ത പുതിയ റെയ്നോൾഡ്സ് നമ്പർ എന്തോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾക്ക് ആദ്യം ഒരു റെയ്നോൾഡ്സ് നമ്പർ തന്നിട്ടുണ്ട്. ഒരു സർക്കുലർ ട്യൂബിൽ കൂടെ പോകുന്ന ഫ്ലൂയിഡിന് റെയ്നോൾഡ്സ് നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ട്യൂബിന്റെ ഡയമീറ്റർ 20% കൂട്ടുകയും വെലോസിറ്റി 40% കുറയ്ക്കുകയും ചെയ്തപ്പം ആ ഒരു കേസിലെ ന്യൂ റെയ്നോൾഡ്സ് നമ്പർ എന്തുമായിരിക്കും എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൻസർ 1800 ആയിരിക്കും ന്യൂ റെയ്നോൾഡ്സ് നമ്പർ. അതെങ്ങനെ കണ്ടുപിടിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഫോർമുല ബേസ്ഡ് ആണ് ചെയ്യേണ്ടത്. റെയ്നോൾഡ്സ് നമ്പറിന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാം അറിയാം. റോ വി ഡി ബൈ മ്യൂ ആണ്. ഇതിൽ റോ ഡെൻസിറ്റി, വി വെലോസിറ്റി, ഡി ഡയമീറ്റർ, മ്യൂ എന്ന് പറയുമ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഡെൻസിറ്റി റോയും ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂവും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എടുക്കണം. അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ എന്തിനൊക്കെ ആയിരിക്കും പ്രൊപ്പോർഷണൽ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആൻഡ് ഡയമീറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം ഓർക്കണം. അപ്പൊ ഇനിഷ്യലി നമുക്ക് തന്നേക്കുന്ന റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RE1 ആയിട്ട് എടുക്കാം. നമുക്ക് അതിനെ 2500 ആയിട്ടാണ് തന്നേക്കുന്നത്. അത് ക്വസ്റ്റ്യനിലുണ്ട്. നമ്മളോട് ന്യൂ വെലോസിറ്റി ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്തോ വെലോസിറ്റി ഡിക്രീസ് ബൈ 40%. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് 100 നേരത്തെ ഉള്ള വെലോസിറ്റി 100 ആണെന്ന് കണക്ക് കൂട്ടിക്കുക. 100% ആയിരുന്നു നേരത്തെ ഉള്ളത്. അത് 40 മാറി 40%. അപ്പൊ കറന്റ് ഉള്ള വെലോസിറ്റി എത്ര? 100ന്ന് 40% ഡിപ്പ് ആയിട്ടുണ്ട്. അപ്പൊ 100 - 40 60% ആണ് കറന്റ് ഉള്ള വെലോസിറ്റി. അപ്പൊ 60% നമുക്ക് നോർമൽ ന്യൂമറിക്കൽ വാല്യൂ എഴുതിയത് 60 ഡിവൈഡഡ് ബൈ 100 0.6 V1. അപ്പൊ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1നേക്കാൾ 0.6 V1 കുറവാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്നത് V2 = 0.6 V1. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഓൾറെഡി ഉള്ളത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 100% ആയിരുന്നു നമുക്കുള്ള വെലോസിറ്റി. V1 നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. V1 100 ആയിരുന്നു. അപ്പൊ നമുക്ക് ഡിക്രീസ് ആയത് 40 ആണ്. അപ്പൊ 40% ഡിക്രീസ് ആയെന്ന് പറഞ്ഞാൽ എന്താ? 100 - 40 60% ഡിക്രീസ് ആയിട്ടുണ്ട്. ആ 60% ആണ് നമ്മുടെ വാല്യൂ. 100ന്ന് 40 കുറഞ്ഞു 60 ആയി. 60 ആയപ്പോൾ നമ്മുടെ വാല്യൂ എത്ര? 60% എന്ന് പറഞ്ഞാൽ 60 ഡിവൈഡഡ് ബൈ 100 0.6 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ V2 എന്ന് പറഞ്ഞാൽ 0.6 V1 ആണ്. അല്ലെ? കറക്റ്റ് ആയി. അപ്പൊ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തു. 100ന്ന് ഡയമീറ്റർ 20% ഇൻക്രീസ് ചെയ്തു. അപ്പൊ 100 ആയിരുന്ന സാധനം 120 ആയി. അപ്പൊ നമുക്ക് എന്തായിരുന്നു? 100 + 20% 120%. 120% ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ 1.2 ആവും. അപ്പൊ D2 എന്ന് പറഞ്ഞാൽ 1.2 D1 ആയി. ഓക്കെ,
മനസ്സിലായെന്ന് വിശ്വസിച്ചു. അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് പോവാം. അപ്പൊ റേഷ്യോ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ഓൾറെഡി അടുത്ത റെയ്നോൾഡ്സ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ RE2 ഡിവൈഡഡ് ബൈ RE1 എടുത്താൽ മതി. RE2 ഡിവൈഡഡ് ബൈ RE1 ചെയ്യണേ നമ്മൾ ഓൾറെഡി പറഞ്ഞു RE എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, V യും D. അപ്പൊ REക്ക് നമുക്ക് എങ്ങനെ എഴുതാം, RE is equal to V2 by D2. RE1 എങ്ങനെ എഴുതാം, അപ്പൊ RE2 by RE1 നമുക്ക് എങ്ങനെ എഴുതാം, V2 D2 by V1 D1 എന്ന് എഴുതാം. ഓക്കെ, RE2 by RE1 നമുക്ക് എങ്ങനെ എഴുതാം, V2 D2 by V1 D1 എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ V1 D1 നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. V2ന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, 0.6 V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. D2ന് പകരം എന്ത് ചെയ്യണം, 1.2 D1 സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അവിടെയുള്ള V1ഉം D1ഉം താഴെ വെട്ടിപ്പോകും. നമുക്ക് ബാക്കി വരുന്നത് എന്തുവാ, 0.6 into 1.2. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.72. അപ്പൊ RE2 by RE1 റേഷ്യോ നമുക്ക് കിട്ടി 0.72. ഇത് നമുക്ക് RE2 ഡയറക്റ്റ് കണ്ടുപിടിക്കാം. RE2 എങ്ങനെ കണ്ടുപിടിക്കാം, RE2 is equal to RE1 into 0.72. RE1 നമുക്ക് തന്നിട്ടുണ്ട് 2500. ആ 2500 into 0.72 കിട്ടും, നമുക്ക് 1800 കിട്ടും. അപ്പൊ പുതിയ റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ നമുക്ക് കിട്ടി 1800. അതാണ് ഓപ്ഷൻ സി, റൈറ്റ് ആൻസർ. ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അടുത്തത് ഒരു പ്രോബ്ലം ആണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ എ സർക്കുലർ പൈപ്പ് measured at the center is found to be 2 meter per second. If the Reynolds number is 1200, what is the average flow of velocity in the pipe? അപ്പൊ ഒരു സർക്കുലർ പൈപ്പിന്റെ കേസിൽ വെലോസിറ്റി നമ്മളിത് പഠിക്കുന്ന ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നതാണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ എ സർക്കുലർ പൈപ്പ് മെഷേർഡ് അറ്റ് ദ സെന്റർ. ഒരു സർക്കുലർ പൈപ്പിന്റെ വെലോസിറ്റി സെന്ററിൽ തന്നിട്ടുണ്ട്. വെലോസിറ്റി അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ പൈപ്പ് അതെന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റെയ്നോൾഡ്സ് നമ്പർ കൊടുത്ത് തന്നിട്ടുണ്ട് 1200. അപ്പൊ അവിടുത്തെ ആവറേജ് വെലോസിറ്റി, ആ പൈപ്പിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആ ആവറേജ് വെലോസിറ്റി 1 ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം, ഒരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ഫ്ലോ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ലാമിനാർ ഫ്ലോയിലും ടർബുലന്റ് ഫ്ലോയുടെ കേസിലും ഈ ഇക്വേഷൻസിൽ ചേഞ്ച് വരാം. ആവറേജ് വെലോസിറ്റിയുടെ നിങ്ങൾ അത് പഠിക്കുന്നതാണ്, അതായത് പൈപ്പ് ഫ്ലോയ്ക്കകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ലാമിനാർ ഫ്ലോ ആണെങ്കിൽ എന്തോ, ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ 2000 താഴെ, റെയ്നോൾഡ്സ് നമ്പർ 2000 താഴെയാണ് ആ ഫ്ലോയ്ക്ക് പറയുന്നത് ലാമിനാർ ഫ്ലോ. ഇവിടെ റെയ്നോൾഡ്സ് നമ്പർ 1200, 2000 താഴെയല്ലേ. അപ്പൊ ഈ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ലാമിനാർ ഫ്ലോ ആയിരിക്കും. അപ്പൊ ലാമിനാർ ഫ്ലോയുടെ കേസിൽ നമുക്ക് ഇക്വേഷൻ യു എന്ന് പറയുമ്പോൾ എങ്ങനെ, യു മാക്സ് ഇൻറ്റു ഇക്വേഷൻ യു എന്ന് പറയുമ്പോൾ യു ഇസ് ഈക്വൽ ടു യു മാക്സ് ഇൻറ്റു 1 മൈനസ് സ്മോൾ ആർ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഇതാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ലാമിനാർ പൈപ്പ് ഫ്ലോ. പക്ഷെ ഈ ഇക്വേഷൻ ആവശ്യമില്ല നമുക്ക്, ഓൾറെഡി നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. നമുക്ക് ലാമിനാർ പൈപ്പ് ഫ്ലോയുടെ കേസിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം വെലോസിറ്റിയുടെ പകുതി ആയിരിക്കും നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷന്റെ ആവശ്യമേ ഇല്ല, നമ്മൾ ഇത് ഡയറക്റ്റ്ലി അങ്ങ് ചെയ്താൽ മതി. കാരണം നമ്മൾ എന്തിനാ വെറുതെ സമയം കളയുന്നത്. അപ്പം ആവറേജ് വെലോസിറ്റി എപ്പോഴും മാക്സിമം വെലോസിറ്റിയുടെ പകുതി ആയിരിക്കും ലാമിനാർ ഫ്ലോയുടെ കേസിൽ. ഈ ഒരു ഇക്വേഷന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ മാക്സിമം വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 2. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 2/2. അപ്പൊ നമുക്ക് ആവറേജ് വെലോസിറ്റി എത്ര കിട്ടി, 1 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇത്ര ആവശ്യമുള്ളൂ നമുക്ക്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The drag force exerted by a fluid on a body immersed in the fluid is due to. അതായത് ഒരു ബോഡി നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഡ്രാഗ് ഫോഴ്സ്, ആ ഫ്ലൂയിഡ് ആ ഒരു ബോഡിയിൽ ഡ്രാഗ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എക്സേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ റീസൺ, ഡ്രാഗ് ഫോഴ്സ് ആ ഒരു ഫ്ലൂയിഡ് ബോഡിയിൽ ഇമേഴ്സ് ചെയ്യുന്ന ഫ്ലൂയിഡിൽ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ ഡ്രാഗ് ഫോഴ്സ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം. അതിന്റെ റീസൺ ആണ് പ്രഷർ ആൻഡ് വിസ്കസ് ഫോഴ്സ് ആണോ, പ്രഷർ ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സസ് ആണോ, പ്രഷർ ആൻഡ് സർഫസ് ടെൻഷൻ ഫോഴ്സസ് ആണോ, പ്രഷർ ആൻഡ് ഇനേർഷ്യ ഫോഴ്സസ് ആണോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രഷർ ആൻഡ് വിസ്കസ് ഫോഴ്സസ് ആണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. ഡ്രാഗ് ഫോഴ്സ് ഓൺ എ ബോഡി ഇൻ എ ഫ്ലൂയിഡ് ഹാസ് 2 കമ്പോണന്റ്. അപ്പൊ ഡ്രാഗ് ഫോഴ്സിന് തന്നെ 2 കമ്പോണന്റ്സ് ഉണ്ട്, പ്രഷർ ഡ്രാഗും ഫ്രിക്ഷൻ ഡ്രാഗും. ഈ പ്രഷർ ഡ്രാഗ് എന്ന് പറയുമ്പോൾ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ആ പ്രഷർ ഫോഴ്സ് കാരണമാണ് പ്രഷർ ഡ്രാഗ് ഉണ്ടാകുന്നത്. ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള വിസ്കോസിറ്റി, ആ ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി കാരണമാണ് ഫ്രിക്ഷൻ ഡ്രാഗ് ഉണ്ടാകുന്നത്. അപ്പൊ തന്നെ ക്ലിയർ ആയി, പ്രഷർ ഡ്രാഗും വിസ്കസ് ഡ്രാഗും ആണ്. അതായത് പ്രഷർ ഡ്രാഗും ഫ്രിക്ഷൻ ഡ്രാഗ് ഉണ്ടാകുന്നത് തന്നെ വിസ്കോസിറ്റി കാരണമാണ്. ഇപ്പൊ പ്രഷർ ഫോഴ്സസും വിസ്കസ് ഫോഴ്സസും കാരണമാണ് ഡ്രാഗ് തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്പൈൻഡ് എഫക്ട് ഓഫ് പ്രഷർ ആൻഡ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി കാരണമാണ്, അതായത് ഫ്രിക്ഷൻ ഡ്രാഗ് ഉണ്ടാകുന്നത് ഷിയർ സ്ട്രെസ്, ആ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് കാരണം ഉണ്ടാകുന്നത് ഷിയർ സ്ട്രെസ് കാരണമായിരിക്കും ഫ്രിക്ഷൻ ഡ്രാഗ് ഉണ്ടാകുന്നത്. അത് തന്നെ വിസ്കസ് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രഷർ ഡ്രാഗ് ഉണ്ടാകുന്ന പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കാരണം, അല്ലെങ്കിൽ ഒരു പ്രഷർ ഫോഴ്സസ് കാരണമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രാഗ് ഉണ്ടാകുന്നത് പ്രഷർ ആൻഡ് വിസ്കസ് ഫോഴ്സസ് കാരണമായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് പ്ലേസ് ഇൻ എ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് മോസ്റ്റ് സസെപ്റ്റബിൾ ഫോർ കാവിറ്റേഷൻ. അപ്പൊ കാവിറ്റേഷൻ ഉണ്ടാകാനുള്ള ഏറ്റവും ചാൻസസ് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഏത് പോർഷനിലാണെന്ന് ചോദ്യം. അതായത് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഏത് പോർഷനിലാണ് ഏറ്റവും കൂടുതൽ കാവിറ്റേഷൻ നടക്കാനുള്ള ചാൻസസ് ഉള്ളത്.
ഓപ്ഷൻ എ ഇൻലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റ് ആണോ, ഡ്രാഫ്റ്റ് ട്യൂബിന്റെ എക്സിസ്റ്റ് ആണോ, ഡ്രാഫ്റ്റ് ട്യൂബിന്റെ അറ്റമാണോ, ഡ്രാഫ്റ്റ് ട്യൂബിന്റെ തുടക്കമാണോ, അല്ലെങ്കിൽ ബ്ലേഡിന്റെ ഇൻലെറ്റ് ആണോ, അതോ ഗൈഡ് ബ്ലേഡിലാണോ? റൈറ്റ് ആൻസർ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റിലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം, റീസൺസ് നമുക്ക് നോക്കാം. ഇൻ എ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ഇൻ എ റിയാക്ഷൻ ടർബൈൻ. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഡ്രാഫ്റ്റ് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ടർബൈൻസ്, ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ, ഇങ്ങനെയുള്ള റിയാക്ഷൻ ടർബൈൻസിലായിരിക്കും നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഡ്രാഫ്റ്റ് ട്യൂബിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ കുറവെന്ന് പറയുമ്പോൾ ആ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റിലായിരിക്കും. ഇൻലെറ്റ് പോർഷനിലായിരിക്കും ഡ്രാഫ്റ്റ് ട്യൂബിന് ഏറ്റവും പ്രഷർ കുറവ്. അതുകൊണ്ട് തന്നെയാണ് കാവിറ്റേഷൻ ഏറ്റവും കൂടുതൽ നടക്കാനുള്ള ചാൻസ് ഇൻലെറ്റ് എന്ന് പറയാൻ കാരണം. കാരണം എന്താ? കാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ലോക്കൽ പ്രഷർ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ പോകുമ്പോഴാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കാവിറ്റേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻലെറ്റിലെ പ്രഷർ ലോ ആവുന്നതെന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം, അവിടെയുള്ള ആ ഒരു ലോക്കൽ പ്രഷർ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ പോവാണ്, ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തോ, കാവിറ്റേഷൻ നടക്കാനുള്ള ഏറ്റവും ചാൻസസ് ഇൻലെറ്റ് റീജിയനിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻലെറ്റ് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ കാവിറ്റേഷൻ നടക്കാനുള്ള ചാൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഇൻലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ഓർഡർ ടു ഹാവ് മാക്സിമം പവർ ഫ്രം എ പെൽറ്റൻ ടർബൈൻ ദ ബക്കറ്റ് സ്പീഡ് മസ്റ്റ് ബി. അതായത് പെൽറ്റൻ ടർബൈന്റെ കേസിൽ മാക്സിമം പവർ നമുക്ക് എപ്പോഴായിരിക്കും ലഭിക്കുന്നത്? ബക്കറ്റ് സ്പീഡ് എത്ര ആകുമ്പോഴാണ് പെൽറ്റൻ ടർബൈന്റെ കേസിൽ മാക്സിമം പവർ നമുക്ക് ലഭിക്കുന്നതെന്നാണ് ചോദ്യം. ഈക്വൽ ടു ദ ജസ്റ്റ് സ്പീഡ്. ജെറ്റിന്റെ സ്പീഡിന് ഈക്വൽ ആകുമ്പോഴാണോ? ബക്കറ്റ് സ്പീഡ് ജെറ്റിന്റെ സ്പീഡിന് ഈക്വൽ ആകുമ്പോഴാണോ? അല്ല, ഹാഫ് ഓഫ് ദ ജെറ്റ്. ഇതാണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണ്. ബക്കറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ ജെറ്റിന്റെ സ്പീഡിനെ പകുതി ആകുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, മാക്സിമം പവർ ഒബ്റ്റെയിൻ ആവുന്നത്. ടോയ്സ് ദ ജെറ്റ് സ്പീഡ് അല്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ദ ജെറ്റ് സ്പീഡ് അല്ല. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. നമുക്കിത് ഇക്വേഷൻ ആയിട്ടൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. മാക്സിമം പവറിന്റെ കണ്ടീഷൻ തന്നെ യു ഇസ് ഈക്വൽ ടു വി ബൈ 2 ആണ്. ഇതിൽ യു എന്ന് പറയുമ്പോൾ ബക്കറ്റിന്റെ വെലോസിറ്റിയും വി എന്ന് പറയുന്നത് ജെറ്റ് വെലോസിറ്റി. ബക്കറ്റിന്റെ സ്പീഡ് ആയാലും ജെറ്റ് സ്പീഡ് ആയാലും വേണേൽ പറയാം. അപ്പൊ ബക്കറ്റ് സ്പീഡ് ഹാഫ് ആയ ജെറ്റിനേക്കാൾ ഹാഫ് ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം പവർ എക്സ്ട്രാക്ഷൻ നടക്കുന്നത്. ബക്കറ്റ് സ്പീഡ് മസ്റ്റ് ബി ഹാഫ് ഓഫ് ദ ജെറ്റ് സ്പീഡ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഫോർ നെഗറ്റീവ് വാല്യൂ ഓഫ് സ്ലിപ്പ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിൽ ബി ലെസ് ദാൻ യൂണിറ്റി, മോർ ദാൻ യൂണിറ്റി, ഈക്വൽ ടു യൂണിറ്റി, ഇൻഫിനിറ്റ്. അതായത് നെഗറ്റീവ് സ്ലിപ്പ് വരണമെങ്കിൽ സി ഡിയുടെ വാല്യൂ എന്തായിരിക്കണം? വണ്ണിൽ കുറവായിരിക്കണോ, വണ്ണിൽ കൂടുതലായിരിക്കണോ, വണ്ണിന്റെ ഈക്വൽ ആയിരിക്കണോ, അതോ ഇൻഫിനിറ്റ് ആയിരിക്കണോ? നമ്മുടെ റൈറ്റ് ആൻസർ മോർ ദാൻ യൂണിറ്റി ആയിരിക്കും. അതെങ്ങനെ വന്നതെന്ന് നമുക്ക് കാണിക്കാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോർമലി സ്ലിപ്പ് പഠിക്കുന്നുണ്ട്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കൽ ഡിസ്ചാർജിനെ ആക്ച്വൽ ഡിസ്ചാർജ് കൊണ്ട് മൈനസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ, ക്യൂ തിയററ്റിക്കൽ മൈനസ് ക്യൂ ആക്ച്വൽ ചെയ്ത് നമുക്ക് സ്ലിപ്പ് കിട്ടും. ഈ നെഗറ്റീവ് സ്ലിപ്പ് ആവുന്ന എപ്പോഴാണ്? നെഗറ്റീവ് സ്ലിപ്പ് ആവണമെങ്കിൽ ഈ തിയററ്റിക്കൽ വാല്യൂ ഈ ആക്ച്വൽ വാല്യൂയേക്കാൾ കുറവായിരിക്കണം. അതായത് ആക്ച്വൽ വാല്യൂ തിയററ്റിക്കൽ വാല്യൂ കൂടുതൽ വരണം, എന്നാലല്ലേ ഈ സ്ലിപ്പ് നെഗറ്റീവ് ആകത്തുള്ളൂ. ഈ വാല്യൂ കൂടുതലും ഇത് കുറവാണെങ്കിൽ ഇത് നെഗറ്റീവ് വാല്യൂ ഒരിക്കലും കിട്ടൂല്ല. അപ്പം ആക്ച്വൽ ഡിസ്ചാർജ് തിയററ്റിക്കൽ ഡിസ്ചാർജിനേക്കാൾ കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് സ്ലിപ്പ് കിട്ടുന്നത്. അപ്പൊ സി ഡിയുടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് സി ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ക്യൂ ആക്ച്വൽ ബൈ ക്യൂ തിയററ്റിക്കൽ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ ക്യൂ ആക്ച്വൽ ക്യൂ തിയററ്റിക്കൽ കൂടുതലാണെങ്കിൽ ഇതിപ്പോ 2 ആണ്, ഇവിടെ ഡിവൈഡ് 2/1 അല്ലെ, ഇവിടെ 3 ആണ്, 3/1. പക്ഷെ ഇതേ സമയം ഇത് 0.5 ആ, ഇത് 1 ആണെങ്കിൽ അപ്പൊ നമുക്ക് സി ഡിയുടെ വാല്യൂ എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 1 താഴെ കിട്ടത്തുള്ളൂ. അപ്പം 2 ആക്ച്വൽ കൂടുതലാ കിട്ടുന്നെങ്കിൽ നോർമലി സി ഡിയുടെ വാല്യൂ നമുക്ക് കൂടുതലായിരിക്കും വരുന്നത് അല്ലെ. 2 ആക്ച്വൽ 1 ആണെങ്കിൽ ക്യൂ തിയററ്റിക്കൽ 1 ആണെങ്കിൽ നമുക്ക് 1 കിട്ടും. അപ്പൊ ക്യൂ ആക്ച്വൽ 2 ആണ്, 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, 2/1 അത് സി ഡി വാല്യൂ 1 കൂടുതലല്ലേ, കൂടുതലാ. അടുത്തത് 3/1 ആണെങ്കിലോ സി ഡി സിക്വൽ ടു 3 വരും. അങ്ങനെ ക്യൂ ആക്ച്വലിനേക്കാൾ കൂടിയ വാല്യൂ ഏത് വന്നാലും സി ഡി എപ്പോഴും എന്തുമായിരിക്കും? നെഗറ്റീവ് സ്ലിപ്പും ആയിരിക്കും, ക്യൂ ആക്ച്വൽ കൂടുതലും ആയിരിക്കും. സി ഡിയുടെ വാല്യൂ എപ്പോഴും 1 കൂടുതൽ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് മോർ ദാൻ യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്ലിപ്പ് എപ്പോഴും നെഗറ്റീവ് ആയ സി ഡിയുടെ വാല്യൂ 1 കൂടുതലായിരിക്കും, മോർ ദാൻ യൂണിറ്റി 1 കൂടുതലായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ, മോർ ദാൻ യൂണിറ്റി. ഇനി അടുത്തൊരു നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഈ പറയുന്നതിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്? ബോത്ത് പെൽട്ടൺ ആൻഡ് ഫ്രാൻസിസ് ടർബൈൻ ആർ ഇമ്പൾസ് ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ ഈസ് എ റിയാക്ഷൻ ടർബൈൻ, ബട്ട് കപ്ലാൻ ടർബൈൻ ഈസ് എൻ ഇമ്പൾസ് ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ ഈസ് എൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. കപ്ലാൻ ടർബൈൻ ഈസ് എൻ ആക്സിയൻ. ഇത് റൈറ്റ് ആൻസർ പറഞ്ഞത് കപ്ലാൻ ടർബൈൻ മാത്രമേ കറക്റ്റ് പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമേ പറഞ്ഞതിന്റെ അകത്ത് പെൽട്ടൺ ഇമ്പൾസ് ടർബൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്, ഫ്രാൻസിസ് റിയാക്ഷൻ ടർബൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോറി മിസ്റ്റേക്ക് പറ്റി. പെൽട്ടൺ ഇമ്പൾസ് ടർബൈൻ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ബോത്ത് പെൽട്ടൺ ആൻഡ് ഫ്രാൻസിസ് ടർബൈൻ ആർ ഇമ്പൾസ് ടർബൈൻ. അപ്പൊ പെൽട്ടൺ ഓക്കെ, പെൽട്ടൺ ഇമ്പൾസ് ടർബൈൻ തന്നെയാണ്. പക്ഷെ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ടർബൈൻ ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് പെൽട്ടനും ഫ്രാൻസിസും രണ്ടും ഇമ്പൾസ് ടർബൈൻ എന്നാണ്. പക്ഷെ
പെൽറ്റൺ എന്ന് പറഞ്ഞ ഇമ്പൾസ് ടർബൈനും ഫ്രാൻസിസ് റിയാക്ഷൻ ടർബൈനും ആണ്. ഓക്കെ, അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫ്രാൻസിസ് ടർബൈൻ ഈസ് എ റിയാക്ഷൻ ടർബൈൻ ബട്ട് കപ്ലാൻ ടർബൈൻ ഈസ് ആൻ ഇമ്പൾസ്. അതും തെറ്റാണ്. നോക്കിയേ, ഫ്രാൻസിസ് ടർബൈൻ റിയാക്ഷൻ ടർബൈൻ ആണ്, പക്ഷെ കപ്ലാൻ ടർബൈനും റിയാക്ഷൻ ടർബൈൻ തന്നെയാണ്. ഓക്കെ, കപ്ലാൻ ടർബൈൻ ഒരു ഇമ്പൾസ് ടർബൈൻ അല്ല, അപ്പൊ അതും തെറ്റാണ് സ്റ്റേറ്റ്മെന്റ്. ഫ്രാൻസിസ് ടർബൈൻ ഈസ് ആൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ, ഇത് തന്നെ തെറ്റാണ്. ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. കണ്ടോ, മിക്സഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ് ഫ്രാൻസിസ് ടർബൈൻ. അപ്പം ഒരു ആക്സിയൽ ടർബൈൻ എന്ന് പറയാൻ പറ്റത്തില്ല, തെറ്റാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ഇതിൽ കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർ എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. അതായത് ന്യൂട്ടൺ സ്ലോ ഓഫ് വിസ്കോസിറ്റി ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ന്യൂട്ടൺ സ്ലോ ഓഫ് വിസ്കോസിറ്റിക്കകത്ത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ എന്ത് ഫാക്ടർ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പ്രൊപ്പോർഷണൽ. ഇപ്പം നോക്കാം, ന്യൂട്ടൺ സ്ലോ ഓഫ് വിസ്കോസിറ്റി അല്ലെ ഫോർ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്തായിരിക്കും ഈക്വൽ വരുന്നത്? ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ ആണോ? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. Sorry, rate of shear stress is proportional to shear strain. Shear stress is proportional to shear strain. Shear stress is proportional to rate of shear strain. Rate of shear stress is proportional. ഈ ഒരു ഓപ്ഷൻ നോക്കി എല്ലാം ഒരേപോലെ ആണെന്ന് നമുക്ക് തോന്നും. നമ്മൾ കൺഫ്യൂസ് ആകാനുള്ള ഏറ്റവും ചാൻസസ് ഉണ്ട്. അന്നാ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളും ആണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിന്റെ കേസിൽ അല്ലെ ഒരു ന്യൂട്ടൺസ് ഓഫ് വിസ്കോസിറ്റി പറയുന്ന കേസിൽ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്. പക്ഷെ ആദ്യത്തെ നോക്കിയാൽ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. നമ്മൾ ചിലപ്പോൾ എടുത്ത് ഓപ്ഷൻ എ സെലക്ട് ചെയ്യും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പക്ഷെ നമ്മൾ ഇവിടെ നോക്കിയേ, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണെങ്കിലേ മാത്രം റൈറ്റ് ആകത്തുള്ളൂ. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഉത്തരം. അപ്പൊ നമുക്ക് എല്ലാവരും ടെൻഡൻസി ഉണ്ട്, നമ്മളിത് കാണുമ്പോൾ എ തന്നെ കറക്കി കുത്തും, അല്ലെ കറക്കി കുത്തുമല്ല, നമ്മൾ ഡയറക്ട്ലി നമുക്കത് ഓപ്ഷൻ ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലോട്ട് കുത്തും. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് അല്ല, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് അല്ല, ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി ആ പറയുന്നത്. അപ്പൊ ഇതും തെറ്റാകണ്ട, ഇതും വേണേൽ ചെയ്യാം. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമ്മൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി FME എന്ന് വന്നേക്കുന്നത്. കാരണം ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് മാർക്ക് പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനും ആയത്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ് നമ്മുടെ പഠിക്കുന്നത്. ഓക്കെ, അടുത്തതിന്റെ ആദ്യം ക്വസ്റ്റ്യൻ നോക്കിയാൽ ലാസ്റ്റ് ഓപ്ഷന് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് സ്ട്രെയിൻ, ഇതല്ല, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇത് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, ഫോർ എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്തുമായിരിക്കും? ടോ, ഷിയർ സ്ട്രെസ് ടോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂ ഇൻറ്റു DU ബൈ DY. മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനാമിക് വിസ്കോസിറ്റി, ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്. വെലോസിറ്റി ഗ്രേഡിയൻ എന്നൂടെ പറയാറുണ്ട്, DU ബൈ DY നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻ എന്ന് പറയാറുണ്ട്, അല്ലെ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ, ഇത് പ്രൊപ്പോർഷണാലിറ്റി ഉള്ളത് എന്താണെന്ന് അറിയാലോ, ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിത്തൗട്ട് എയർ വെസൽ, the ratio of average friction head to maximum friction head in the suction or delivery pipe is. അതായത് ഒരു സിംഗിൾ ആക്ടിംഗ് ആയിട്ടുള്ള റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, എയർ വെസൽ ഇല്ലാത്തൊരു പമ്പിന്റെ കേസിൽ ആവറേജ് ഫ്രിക്ഷൻ ഹെഡിന്റെയും മാക്സിമം ഫ്രിക്ഷൻ ഹെഡിന്റെയും റേഷ്യോ എന്തോന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം, അതിന്റെ ഫോർമുല ഡയറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവറേജ് ഫ്രിക്ഷൻ ഹെഡിന്റെ കേസിൽ HF ആവറേജ് എന്ന് പറഞ്ഞാൽ 2/3 FL by 2GD into capital A by small a omega R the whole square എന്നാണ് ആവറേജ് ഫ്രിക്ഷൻ ഹെഡ് നമ്മൾ എഴുതുന്നത്. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഇത് ഡയറക്റ്റ്ലി എഴുതിയാൽ മതി. മാക്സിമം ഫ്രിക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ ആ കേസിൽ HF മാക്സ് എന്ന് പറയുമ്പോൾ FL by 2GD into capital A by small a omega R the whole square ആണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കുക, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ദ റേഷ്യോ ഓഫ് ആവറേജ് ഫ്രിക്ഷൻ ഹെഡ്. അപ്പൊ ആവറേജ് ഫ്രിക്ഷൻ ഹെഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഫ്രിക്ഷൻ ഹെഡ് ആണ്. അപ്പൊ ഇത് രണ്ടിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കുക, ഇതിന്റെ കോമൺ ഫാക്ടർ 2/3 FL by 2GD into A by A omega R the whole square divided by FL 2GD into capital A by small a into omega R the whole square. അപ്പൊ ഇത് നോക്കി, ഇത് രണ്ടും വെട്ടി അങ്ങ് പോകും. ഇത് രണ്ടും വെട്ടി പോകുമ്പോൾ നോർമലി ബാക്കി വന്നത് ആരാ? 2/3 മാത്രമേ ഉള്ളൂ, അല്ലെ? 2/3. അപ്പൊ റേഷ്യോ എന്തുവാകും? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 2/3. അപ്പൊ ഇത്രയുള്ളായിരുന്നു FMന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.